ഫെബ്രുവരി 28 നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രയേൽ ആയത്തുള്ള അലി ഖമനേയിയെ തട്ടിയത്. പക്ഷേ ഖമനേയിയുടെ മൃതദേഹം ഇതുവരെ സംസ്കരിച്ചിട്ടില്ല. അത് സാധാരണ ഈ മുസ്ലിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശവസംസ്കാരം നടത്തുവരും. അധികം വെച്ചുകൊണ്ടിരിക്കില്ല. ആത്മാവ് തിരിച്ചു വരില്ല എന്നുള്ള പേടിയാരനായിരിക്കും മിക്കവാറും. പെട്ടെന്ന് അധികം എന്താ പറയുക, താമസിയാതെ തന്നെ അവർ നടത്തുമായിരുന്നു. ഡെഡ് ബോഡി വീട്ടിലൊന്നും വെച്ചുകൊണ്ടിരിക്കുമല്ലോ. ഈ അലി ഖാമിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത ഉള്ളത്, ഒന്ന് ഇറാനിലെ സാഹചര്യങ്ങളിപ്പോൾ ഒരു രാഷ്ട്രത്തലവൻ്റെ പദവിയിലുള്ള ഒരു ചങ്ങാതിക്ക് സുപ്രീം ലീഡറാണ്, വെറും ലീഡറും കൂടിയല്ല മൂപ്പര്. അപ്പോൾ അയാളുടെ ശവസംസ്കാരം നടത്തുന്നതിന് വളരെ വിപുലമായ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. അതിനുള്ള ഒരു സാഹചര്യം അല്ല ഇറാനിലിപ്പം. ഒന്ന് യുദ്ധമാണ്, അവർക്ക് തന്നെ പേടിയുണ്ടാവും. ഈ പറഞ്ഞ പോലെ ശവസംസ്കാരത്തിന് ആൾക്കാർ കൂടുമ്പോൾ ഇസ്രായേലുകാർ കൊണ്ട് 2 ബോംബിട്ട പ്രശ്നം തീർന്നു. കുറേ അവർ ചെയ്യില്ല. ഇസ്രായേലുകാരൊക്കെ വളരെ കൾച്ചേർഡ് ആൻഡ് സിവിലൈസ്ഡ് ആണ്, ഇവരെ പോലെ എല്ലാവരും. അപ്പോൾ യുദ്ധം എന്താ പറയുക, തീരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അത് മാത്രം ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഉണ്ട്, ബുധനാഴ്ച വരെ വെടിനിർത്തലുണ്ട്. ആ അതിനിടയ്ക്ക് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ അതിനുശേഷം കാണിച്ചു തരാമെന്നാണ്. അതെ, അത് കാണിച്ചോട്ടെ. പക്ഷെ സർ, ഒരു 7 ആഴ്ചയായില്ലേ, ഒരു മാസമാവുന്നു മൃതദേഹം സംസ്കരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ഭീതിതമായ ഒരു സാഹചര്യം ഇറാനിൽ ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ. തീർച്ചയായിട്ടും. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഇതിനു മുമ്പൊരു കമ്മ്യൂണി ഉണ്ടായിരുന്നു, ആയത്തുള്ള റൂഹുള്ള കമ്മ്യൂണി. ഇത് അതേപോലെ താടിയും തലത്തൊപ്പൊക്കെ വെച്ചിട്ട് അവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയുക, മുള്ള അല്ലെങ്കിൽ മുക്രിയായിരുന്നു മുമ്പ്. അയാൾ മരിച്ചത് ജൂൺ 3, 1989. അപ്പോൾ അയാളെ കുഴിച്ചിടാൻ കൊണ്ടുപോയപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. മില്യൺസ് ഓഫ് പീപ്പിൾ, ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് ടെഹ്റാൻ നഗരത്തിൽ അയാളുടെ ഈ ശവവും കൊണ്ടുപോയപ്പോൾ അതിനെ അക്കമ്പനി ചെയ്യാനും അതിനെ ഒരു നോക്ക് കാണാനും വേണ്ടിയിട്ട് തടിച്ചു കൂടിയത്. എന്നിട്ട് അവസാനം ഇയാളുടെ വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഒരു ഹെലികോപ്റ്ററിലാണ് കൊണ്ടുവന്ന ഡെഡ് ബോഡി മറ്റേ ഈ പള്ളിയിൽ, ടെഹ്റാനിലെ പള്ളിയിൽ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെക്കാമെന്നുള്ള ഉദ്ദേശത്തിനകത്ത്. അപ്പോൾ എന്നിട്ട് ഈ വിമാനത്തിൽ നിന്ന് ഇയാളുടെ ശവം ഉള്ള ആ പെട്ടി വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ ഹെലികോപ്റ്റർ ആൾക്കാർ കയറി ബഹളം ഉണ്ടാക്കി ആ പെട്ടി അങ്ങനെ തന്നെ പിടിച്ചു വലിച്ച് താഴ്ത്തിട്ട് വളരെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ശവം ചത്ത കൊമ്മിനിയില്ലേ, അയാളുടെ ശവം പൊളിഞ്ഞ് ആ പെട്ടിയിൽ നിന്ന് താഴ്ത്തു വീണു. മനസ്സിലായില്ല. എന്നുവെച്ചാൽ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ഇയാളെ കുഴിച്ച കുഴിയിലേക്കകത്ത് ചെന്നിരുന്നു. ആൾക്കാരൊക്കെ 10, 12, 13 പേരായിട്ട് മരിച്ചു ആ തിരക്കിനിടയിൽപ്പെട്ട്. 500-600 പേർക്ക് പരിക്ക് പറ്റുകയൊക്കെ ചെയ്തു ഈ തിരക്കിനിടയിൽപ്പെട്ട്. പക്ഷേ ഈ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇറാൻ എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക് മാത്രം കൂടുതൽ ഇത് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ. അങ്ങനെ അല്ലാത്തൊരു കാലഘട്ടം അതിനുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലും ആ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോകുന്ന, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ സുപ്രീം ലീഡർ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെതായ വേദന കാണും. അപ്പൊ ആ ഒരു രീതിയായിരിക്കാം ഒരുപക്ഷെ സാറ് പറഞ്ഞ ആ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ജനങ്ങൾക്ക് വളരെയധികം ദുഃഖം ഉണ്ടായിരുന്നു ഇയാൾ മരിച്ചപ്പോഴേ, ഖമീനി മരിച്ചു കഴിഞ്ഞപ്പോഴും. ഇപ്പൊ ഈ ഖമീനി ചത്തപ്പോൾ വിഷമം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 45,000 പേരെയാ സിവിലിയൻസിനെ കൊന്നത്. മനസ്സിലായില്ലേ? മറ്റേ ഹിജാബോ എന്താ തലയിൽ തുണിയിടാത്തതിന് തല്ലിക്കൊന്ന ചരിത്രമാണുള്ളത്. പിന്നെ അയാൾ ഒരു വിപ്ലവത്തിൻ്റെ, ഇറാനിലെ വിപ്ലവം നടത്തിയ നേതാവ് എന്നുള്ളൊരു പരിവേഷം അയക്കുണ്ടായിരുന്നു, ആയത്തുള്ള ഖമേനിക്കുണ്ടായിരുന്നു. ജനാധിപത്യ രാഷ്ട്രങ്ങളൊന്നും ഇറാൻ ഇങ്ങനെ അധപതിച്ചു പോവില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അയാളോടൊരു സോഫ്റ്റ് കോർണർ, ഒരു ബഹുമാനം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ഈ താടിയൊക്കെ വെച്ച് തുപ്പിയും വെച്ച് വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇയാൾ വലിയ പണ്ഡിതനാണ്. ആയിരിക്കാം, ഖുറാനൊക്കെ അരച്ച് കളിക്ക് കുടിച്ചിട്ടുണ്ടാവും മുപ്പരേ. അപ്പോൾ അന്ന് അവസാനം അവിടുന്ന് ആ ഡെഡ് ബോഡി വേറൊരു സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി ഒരു സ്റ്റീലിൻ്റെ കാസ്കറ്റ് ഈ ബോഡി കൊണ്ടുപോകാനായിട്ട് അവർ പ്രത്യേകം അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നു. താഴ്ത്ത് വീണ് ഡെഡ് ബോഡി എടുത്ത് തുടച്ചും പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അതിനകത്ത് വെച്ച് കൊണ്ടുപോവുകയും ചെയ്ത്, എന്നിട്ട് അവിടെ കൊണ്ടുപോയി പബ്ലിക് ഡിസ്പ്ലേ ഒക്കെ നടത്തി കുഴിച്ചിട്ടു. പിന്നെ ഇപ്പം ഇയാളുടെ കാര്യത്തിൽ, അലി ഖമീനിൻ്റെ കാര്യത്തിൽ പ്രശ്നം എന്താണെന്നറിയാമോ?
ഒന്ന്, ഇറാനിലെ സാഹചര്യം ഇപ്പോൾ അതുപോലെ വിപുലമായ ഒരു ശവസംസ്കാരത്തിന് അനുയോജ്യമല്ല. യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധം നടക്കണ ഇപ്പോൾ വെടിനിർത്തലുണ്ടെങ്കിൽ കൂടി ഇനി അഥവാ ഏതെങ്കിലും രാഷ്ട്രത്തലവന്മാർക്ക്, പശ്ചിമ ഏഷ്യയിലെ അറബ് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർക്ക്, ഇസ്ലാമിക് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർക്ക് ഇയാൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ അവിടെ വരണം എന്നുണ്ടെങ്കിൽ പറ്റിയ സാഹചര്യമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വെടി കൊണ്ടാ പോരെ, ആള് ചത്തുമല്ലോ, അതൊന്ന്. അപ്പം അതിനുള്ള സാഹചര്യമല്ല. പിന്നെ ഈ അലി ഖാമിനിയുടെ മോനല്ലേ മുസ്തഫ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. പക്ഷെ അവർ പറഞ്ഞ അയാൾ ജീവിച്ചിരിപ്പുണ്ട്, ഈസ് വെൽ ഫൈൻ ഹാപ്പി എന്നൊക്കെയാണ് പറയണത്. എന്നാലും തന്തേനെ കുഴിച്ചിടുന്നിടത്ത് മോൻ വന്ന് നിൽക്കണ്ടേ? ഈ മറ്റേ എന്താ അയാള് അടുത്ത ഖമീനി, ഇപ്പം അയാളാണ് അടുത്ത സുപ്രീം ലീഡറേ. അപ്പം അയാൾ വന്നിട്ടില്ലെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുക? അയാൾ ICUവിൽ കിടപ്പാ, ബോധമില്ല എന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പം അതും ഒരു ഘടകമായിരിക്കാം. ഇയാളുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇടയ്ക്ക്. അമേരിക്കയിലും ചീത്ത പറഞ്ഞുകൊണ്ട്, ഇസ്രായേലിനും ചീത്ത പറഞ്ഞുകൊണ്ടും ഒക്കെ അതിനെയും ശരിപ്പെടുത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അയാൾ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ആർക്കും ഇഷ്യൂ ചെയ്യാൻ പാടില്ലാത്ത. പക്ഷെ അയാളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഫോട്ടോ കണ്ടിട്ടുണ്ടോ അതിന് ശേഷം? ഇപ്പോൾ പ്രജിത ഈ വാർത്ത വളരെയധികം കീനായിട്ട് ഫോളോ ചെയ്യുന്ന ആളല്ലേ. എവിടെയാ ഈ മുസ്തഫയുടെ ഫോട്ടോ അതിന് ശേഷം കണ്ടേക്കണം? കണ്ടിട്ടില്ല. അയാൾ എവിടെയുള്ള, അയാൾ ഇറാനിലുണ്ടോയെന്ന് കൂടി അറിയാൻ പാടില്ല. ഒരിക്കൽ പ്രജിത തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അയാൾ മോസ്കോയിൽ ചികിത്സയിലാണെന്ന് വാർത്ത വന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെ വിശ്വസിക്കാവുന്നതല്ല. ഈ അയാൾ ഇവിടെ അപ്പൊ ചിലപ്പോൾ 2 മരണങ്ങൾ ഒരുമിച്ച് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അവർക്ക്, ഇയാൾ ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ. അപ്പൊ അത് കവറപ്പ് ചെയ്യാനും വേണ്ടിയിട്ടും ആവാണെങ്കിൽ ഈ ഡെഡ് ബോഡി പിന്നെ കുറേ ദിവസം ഇരിക്കുമല്ലോ, എംബാമൊക്കെ ചെയ്ത് സൂക്ഷിക്കാം, മരുന്നൊക്കെ ഇട്ട് പച്ചമരുന്നും അതുമൊക്കെ കുത്തിക്കയറ്റി വെച്ച് സൂക്ഷിക്കാം, വെച്ചോണ്ടിരിക്കാം. അത് ഈ സാഹചര്യം ഈ പറഞ്ഞ പോലെ ഇത്രയും ജനങ്ങളെ ഇപ്പൊ മറ്റേ അയത്തുള്ള ഖമേനിക്ക് വന്ന പോലെയുള്ളൊരു ടേൺ ഔട്ട് ഇയാളുടെ ശവസംസ്കാരത്തിന് വരികയാണെങ്കിൽ, ആൾക്കാർ വരികയാണെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ടെഹ്റാനിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ടായിരിക്കാം അവർ മാറ്റി വെച്ചിരിക്കുന്നത്, അല്ലാണ്ട് വേറെ കാരണമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സിവിലൈസ്ഡ് സൊസൈറ്റി ഒരിക്കലും ഈ ഡെഡ് ബോഡി ബറിയലിന് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് കൊണ്ടുപോകുമ്പോൾ ആക്രമിക്കില്ല. അത് ബോത്ത് അമേരിക്ക ആൻഡ് ഇസ്രായേൽ ദേ വിൽ നോട്ട് ഡു ദാറ്റ്. ഇതൊക്കെയാണെങ്കിൽ ഇസ്രായേൽ ആ കാര്യങ്ങളിലൊക്കെ വളരെ ഇമ്മാക്കുലേറ്റ് ആണ്, അവരങ്ങനെയൊന്നും ചെയ്യില്ല. അമേരിക്കയും ചെയ്യില്ല. അത് ഈ പറയുന്ന ഖമനേയി 86 വയസ്സാണ് ഖമനേയി കൊല്ലപ്പെടുമ്പോൾ. ഖമനേയിയെ അടക്കാൻ വേണ്ടിയിട്ട് സംസ്കരിക്കാനുള്ള സ്ഥലമായിട്ട് മഷ്ഹാദിനെ കാണുന്നുണ്ട് എന്ന് പറയുന്നത്. അതായത് തുർക്ക്മെനിസ്ഥാൻ്റെ അതിർത്തിക്കടുത്തും ഇസ്രായേലിൽ നിന്ന് വളരെ അകലെയുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മഷ്ഹാദ്. ഈ മഷ്ഹാദിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഖമനേയിയുടെ ജന്മദേശം അവിടെയാണ്. അപ്പോൾ ഖബർസ്ഥാൻ അങ്ങനെയുള്ള അവർ പറയുന്നത്, ഖബർസ്ഥാൻ അവിടെ ഒരുക്കാനുള്ള ഒരു താല്പര്യം കൂടിയുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് സാറ് പറഞ്ഞൊരു സാഹചര്യമാണ്, മുസ്തഫ വരേണ്ടി വരും. മുസ്തഫ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ അടുത്തുള്ള ഒരു പ്രദേശത്ത് ഖബർസ്ഥാൻ അല്ലെങ്കിൽ സംസ്കരിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ ഇസ്രായേൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാനുള്ള ആ സമയത്ത് ഇസ്രായേൽ ആക്രമിക്കില്ല പ്രജിത. ഞാൻ പറഞ്ഞില്ല, അവർ ഇസ്രായേൽ ഇസ് എ സിവിലൈസ്ഡ് സൊസൈറ്റി. അവരെത്രമാത്രം ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, ഈ അറബ് രാജ്യങ്ങൾ മൊത്തം അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും, അവർ ഈ ഒരു കാര്യത്തിൽ ഇതിലൊക്കെ വളരെ വളരെ അന്താരാഷ്ട്ര നിയമങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ്. ഒരു രാഷ്ട്രത്തലവൻ അല്ലെങ്കിൽ ഒരു സുപ്രീം ലീഡർ അല്ല മരിച്ചയാളെ കൊണ്ടുവന്ന് കുഴിച്ചിടാനായിട്ട് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ ആക്രമണമൊന്നും നടത്തില്ല. അങ്ങനെ ആകുമ്പോൾ, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അധോലോക നായകന്മാരും ഇസ്രായേലും തമ്മിൽ എന്താ വ്യത്യാസം? പ്രജിതയ്ക്കറിയ ഒരു പ്രശ്നം ഉണ്ടായത്, അതായത് 1980 മറ്റോ ബോംബെയിൽ ഈ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ജ്യേഷ്ഠനുണ്ട്, ഷബീർ ഇബ്രാഹിമിനെ വെടിവെച്ച് കൊന്നു പത്താൻ ഗ്യാങ്, ഈ കരീം ലാലയുടെ മരുമക്കൾ. ചെറിയ സംഭവം. അപ്പോൾ അയാളെ വെടിവെച്ച് കൊന്നിട്ട് അയാളുടെ ബോഡി ഓട്ടോപ്സിക്ക് ശേഷം ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോഴും കൂടി ഈ കരീം ലാലയുടെ ആൾക്കാർ ആ ശവസംസ്കാര യാത്രയ്ക്ക് നേരെ ബോംബെറിഞ്ഞു എന്നാണ് പറയുന്നത്.
ഭാഗ്യം വേറെ അപകടമൊന്നും ഉണ്ടായില്ല, വേറെ ആൾക്കാരൊന്നും മരിച്ചില്ല. പക്ഷെ ആ ഒരു ലെവലിലേക്കൊന്നും എന്താ പറയുക ഈ ഇസ്രായേലോ അമേരിക്കയോ ഒന്നും താഴില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇവർ പ്രധാനമായിട്ട് ചെയ്യണ ഒന്ന് ഈ സുരക്ഷാ സംവിധാനം ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ടെഹ്റാന് പറ്റൂല, ടെഹ്റാനിൽ സാധിക്കില്ല. പിന്നെ വേറെ എന്നുള്ളത് ഈ മുസ്തഫ ഖമീനീനെ കൊണ്ടുവരുന്നുണ്ട് അവിടെ. അത് കൊണ്ടുവരാൻ അയാൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് മാത്രമായിരിക്കണം അവർ ഈ ശവസംസ്കാരം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറൊരു കാര്യം ഇതിനകത്ത് കാണാനില്ല.